നമസ്കാരം, ഞാനുണ്ട് ഇവിടെ ചോദിക്കാനിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പെരിങ്ങമല മുത്തിപ്പാറ കോളനിയിലാണ്. ഇവിടെ രാത്രിയും പകലുമെന്നില്ലാതെ ആനശല്യമാണ് ഈ നാട്ടുകാർക്ക് വലിയ സങ്കടങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ മുത്തിപ്പാറ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ അവർക്ക് ഈ കടുത്ത ചൂടിൽ അവർക്ക് ഇരിക്കാനായുള്ള ചെറിയ മാടം പോലെയൊക്കെ അവർ തയ്യാറാക്കി വെച്ച സ്ഥലമാണിത്. അതൊക്കെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി നശിപ്പിച്ചിരിക്കുന്നു. അത് രാത്രിയാണ് പ്രധാനമായും ആന ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ആ രീതിയിൽ ഭയപ്പെടേണ്ടി വരും. പക്ഷേ അവർക്ക് ഈ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല, അവരുടെ വീടുകളിലും സമാനമായ പ്രശ്നമാണ്. എപ്പോഴും ആന ഇറങ്ങുന്ന ഒരവസ്ഥ. നേരത്തെയൊക്കെ രാത്രികാലങ്ങളിൽ മാത്രമാണെങ്കിൽ ഇപ്പോൾ ഈ രാത്രി കൂട്ടത്തോടെ ഇറങ്ങുന്ന ആനക്കൂട്ടം രാവിലെ ആയാലും പോകാത്ത ഒരു സാഹചര്യമുണ്ട്. വലിയ ഭീതിയിലാണ് ഈ നാട്ടുകാർ കഴിയുന്നത്. ഇത് ഈ തൊഴിലുറപ്പ് പ്രദേശമാണ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. ഇതിന് ചുറ്റും തന്നെയാണ് ഇവരുടെ വീടുകളും. എല്ലായിടത്തും ആന ഇറങ്ങി അക്രമം കാട്ടുന്ന അല്ലെങ്കിൽ ആന ഇറങ്ങി നശിപ്പിക്കുന്നതിന്റെ തെളിവുകൾ നമുക്ക് കാണാം. ഈ മരങ്ങൾ ഒടിച്ചിടുന്നതും അതുപോലെ തന്നെ ഈറക്കാടുകളൊക്കെ വകഞ്ഞു മാറ്റി ആന വന്ന് വലിയ ഭീതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ളത്, ഈ ഊരിലെ ജനങ്ങൾക്കുള്ളത്. അവരുടെ പ്രതികരണങ്ങളിലേക്കുമൊക്കെ നമുക്ക് പോകാം. ഇതിപ്പോൾ തൊഴിലുറപ്പ് പണി ഇവിടെ നടക്കുകയാണ്. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാലും ഉറങ്ങാനാകാത്ത അവസ്ഥയാണ് ഈ നാട്ടുകാർക്കുള്ളത്. ഇവിടെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നമ്മോടൊപ്പം ചേരും. വാർഡ് മെമ്പർ പേര് ഭാസുരാങ്കി. എന്താണ് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രശ്നം? ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആനയെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആനയാണ്. നേരം വെളുത്താലും ഇരുട്ടിയാലും ഏത് സമയത്തും ആന നമ്മളെ ഉറങ്ങാൻ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ വന്ന 1-2 ആനയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ കൂട്ടത്തോടാണ് പറഞ്ഞത്. ഒരു ദിവസം തന്നെ നമ്മൾ ഇപ്പൊ 2-3 ദിവസം ആയതുകൊണ്ട് അന്ന് എണ്ണിയപ്പോൾ 15 ആന നമ്മൾ ഒരുമിച്ച് എണ്ണി. എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തീയിടുമ്പോൾ വലിയ ആഴി കൂട്ടിയിട്ടാണ് നമ്മൾ ആനയെ ഓട്ടിക്കണം. പക്ഷെ ആന ഇന്നലെ പോകൂല. ഇന്നലെ ഭയങ്കര വിളിയായിരുന്നു. അത് ആ ചേച്ചിയുടെ വീടിന്റെ അവിടെയൊക്കെ നിന്നിട്ട് മരങ്ങളൊക്കെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. എത്ര മണിക്ക് ഏകദേശം വരുന്നത്? ഒരുപാട് അർദ്ധരാത്രി സന്ധ്യക്കെന്ന് പറഞ്ഞാൽ 5 മണിയാകുമ്പോഴേ ആന വെളിയിൽ ഇറങ്ങും. ഇറങ്ങിയാൽ പോകൂല. അത് പോവാതെ അങ്ങനെ നിന്നിട്ട് ഒരു 5 മണി, വെളുപ്പിന് 5 മണി 6 മണി, ഇന്ന് 6 മണി കഴിഞ്ഞിട്ടും ആന ഇറങ്ങി പോയില്ല. ചേച്ചി വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ടാണ് പോണത്. ഒരു ചെറിയ കുളം ഉണ്ട്, അതിൽ നിന്നാണ് ചേച്ചി വെള്ളം എടുത്തോണ്ടിരിക്കണം. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആന അവിടെ നിൽക്കണം. അതുകൊണ്ട് ചേച്ചിക്ക് വെള്ളം എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങാതെ ആഴിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കിടക്കുകയൊക്കെ ചെയ്യണത്. ലൈറ്റ് അടിച്ചാലും പോകില്ല. ഒരു ലൈറ്റ് അടിച്ചാൽ ആന പോകത്തില്ല. പക്ഷെ ഒരു 5-6 ലൈറ്റ് ഒരുമിച്ച് അടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇത്തിരി അങ്ങോട്ട് മാറിയുള്ളൂ. വീണ്ടും വന്ന് ഭയങ്കര ശല്യമായിട്ടിരിക്കുന്നത്. ഒരുമിച്ച് ഉണർന്നിരിക്കുന്ന അവസ്ഥയല്ലേ? ഒരുമിച്ച് ഉണർന്നിരിക്കും. ആരും ഉറക്കമില്ല. ഇന്നും ആനയെ കണ്ടിരുന്നു. എങ്ങനെയായിരുന്നു? ഇന്നും ഇഷ്ടം പോലെ ആന വന്നു. രാവിലെ 2 കാലും പോക്കി കയറി നിന്നിട്ടാണ് ഉരുക്കി തള്ളി ഇട്ടിട്ട് ലൈറ്റ് അടിച്ചപ്പോഴും കാലെല്ലാം താഴെ വെച്ചിട്ട് നമ്മളെ നേരെ തിരിഞ്ഞു നിന്നു. ഓടി വീടിനകത്തേക്ക് കഥ അടച്ച് വീണ്ടും ആന ചക്ക തിന്നാൻ വരുന്നതാണ്. ചക്ക തിന്നാനും പിന്നെ വാഴ എന്തുണ്ടെങ്കിലും അത് തിന്നും. അങ്ങനെയാണ് അതിന്റെ ശല്യം. ഞങ്ങള് റബ്ബറെല്ലാം ഒടിച്ച് പറക്കി അത് അത്രയും തിന്നും. തെങ്ങ് കമുവൊക്കെ ആവശ്യം പോലെയുള്ള ഇപ്പൊ ഒരു തൈക്കാമു പോലും ഇല്ല നമ്മളെ അവിടെ. ഇതിനൊക്കെ നമുക്ക് ഇതുവരെയ്ക്കും നഷ്ടപരിഹാരം ഒന്നും വേണ്ട. അങ്ങനെ ഒന്നും തന്നിട്ടുമില്ല, നോക്കിയിട്ടുമില്ല, വന്നിട്ടുമില്ല. ഈ കൃഷിയൊക്കെ നശിപ്പിക്കുകയാണല്ലേ? എല്ലാം ഒരു കൃഷിയില്ല, എല്ലാം നശിപ്പിക്കണം. പിലാവ് മാവ് എല്ലാം പോവേ തന്നെ. പിന്നെ മനുഷ്യനെ മാത്രം തിന്നാനുണ്ട്. നമ്മൾ ഉറങ്ങി കിടക്കുമെങ്കിൽ വന്ന് തിന്നുകയും ചെയ്യും. അത്ര പേര് വരെയാണ്. കാണാതെയാവും. മൃഗം കൊണ്ടുപോകുന്നതാണ്. ഒരു പരാതി ഇല്ലല്ല. അവര് കാട്ടുപോത്ത് ഭയങ്കര ശല്യമാണ്. അത് ശല്യമാണ്. റബ്ബറൊന്നും നടാനോ ഒക്കൂല സാറേ. റബ്ബർ നടാനോ ഒരു മരത്തിന് നടാനോ വാഴ നടാനോ ഒന്നിനും ഒക്കൂല. എല്ലാം മൊത്തം തിന്നുകൊണ്ട് പോവുകയാണ്. നമ്മൾ ജോലി ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ജോലി ചെയ്യാണ്. ഇത് എടുത്തെല്ലാം തിന്നുകൊണ്ട് പോകണം. നമ്മൾ എന്തൊരു ചെയ്യും? വേറെ ഇതേപോലെ മരുഭൂമി ആയിട്ട് കിടക്കുകയാണ്. ഒരു വാഴ പോലും ഇല്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ രേഖ വേണം, എല്ലാ രേഖ വേണം. അതിന് പൈസ വേണ്ട. ഇങ്ങനെ ഈ നശിപ്പിച്ചോണ്ട് നമ്മൾ ഇവിടെ നിന്നെടുത്ത് എന്തെങ്കിലും കൊടുത്ത് നമ്മൾ വണ്ടി പോകണമെങ്കിൽ ഇവിടുന്ന് പെരിങ്ങമല പോകണമെങ്കിൽ 300 രൂപയാവും. പിന്നെ ഓരോ ആശകളിൽ ചെല്ലുമ്പം ഇന്നല്ല നാളെ വാ, നാളെ ചെല്ലുമ്പോൾ മറ്റന്നാ വാ, ഇങ്ങനെ നമ്മൾ പറഞ്ഞ് വിട്ടോണ്ടിരിക്കും. നമുക്ക് കൂടെ നടന്നു പോയി എളുപ്പമാണ്. പഞ്ചായത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മൾ ഓടിയെത്തണം. പൈസ ഇല്ല, എന്തൊരു ചെയ്യാനൊക്കെ. മാടമൊക്കെ പൊളിച്ചു മാടമൊക്കെ പൊളിച്ചു കളഞ്ഞു സാറേ. നമ്മളങ്ങോട്ട് ചെന്ന് നോക്കിയിട്ട് കാര്യം പറഞ്ഞാൽ മതി. ഇനി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യനെ
ഇനിയിപ്പോ വോട്ടർ ലിസ്റ്റ് ആകുമ്പോൾ ഓരോരുത്തരെ കാണാതെ ആവും. ഒരു രേഖയില്ല. ഓരോരുത്തരെ കാണാതെ ആവും. ലിസ്റ്റിന് വോട്ട് വേണ്ടേ? വോട്ട് കൊണ്ട് അവരെ ജയിപ്പിക്കണ്ടേ? അവർ മണ്ടേ പോയിരിക്കുകയാണ്. ജയിച്ചേച്ച് അവർ മണ്ടേ പോയിരിക്കുകയാണ്. പിന്നെ അവർ കൂടുതൽ ജനങ്ങളുടെ കാര്യമൊന്നും അറിയണ്ട. അവർക്ക് വരുമ്പോൾ ഓരോ ലിസ്റ്റ് കൊടുക്കണം, വോട്ട് ചെയ്യണം. വോട്ട് ചെയ്തതിനേക്കാൾ ഭീഷണിപ്പെടുത്തി നമ്മൾ വോട്ട് ചെയ്യിക്കും. ഇനി മൃഗങ്ങളെ കൊണ്ട് പറ്റുമോ? മൃഗത്തിന് ഐഡന്റി കാർഡിൽ ആധാറില്ല, പിന്നെ ഒരു രേഖയില്ല. അവർ പലതും ചെയ്തുകൊണ്ട് പോകും. അപ്പം നമ്മൾ നമ്മൾ ഇരിക്കണ കോലങ്ങൾ ഇങ്ങനെ നമുക്ക് വെളിയിറങ്ങി പോയി അന്വേഷിച്ച് വറക്കി തിന്നാനും നോക്കൂല, ഈറ വെട്ടാൻ നോക്കൂല, വട്ട് നെയ്യാൻ നോക്കൂല. എല്ലാം നമ്മൾ പഠിച്ചവർ തന്നെ. പക്ഷെ എന്ത് ചെയ്യാനൊക്കും? ഈ ആനേൻ്റെ കാര്യം ഒരു നിവൃത്തിയിൽ ആന പോത്തും വഴി കൂടി അടയ്ക്കുകയാണ്, റോട്ടിൽ കൂടി. ആനയും റോട്ടിൽ കൂടി അടയ്ക്കുകയാണ്. ഏതെങ്കിലും ഒന്നിനും നഷ്ടം വന്ന് എന്ത് ചെയ്യാനൊക്കെ പിന്നെ മനുഷ്യനൊക്കെ കുറ്റം വരുള്ളൂ. നിങ്ങൾ ചെവുത്തില്ലാതെ പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നേ മനുഷ്യന് കുറ്റം വരുള്ളൂ. പക്ഷേ മൃഗത്തിന് കുറ്റം വരില്ല. അവരെ തൊടാനോ ഒത്തിരി അങ്ങോട്ട് ഒരു കല്ലെടുത്ത് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം മൃഗത്തിൻ്റെ കാടാണ്. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വോട്ടിന് വേണ്ടത് തീർച്ചയായിട്ടും ആനകളെ പിടിച്ച് അങ്ങ് നിർത്തി കൊടുക്കണം. വോട്ട് ചെയ്യട്ട്, നിവർത്തിക്കൊണ്ട് പോട്ട്. ആന ചെയ്യട്ട്, ആന നിവർത്തിക്കൊണ്ട് പോട്ട്. മന്ത്രി, MLA, MP ഒക്കെ നമുക്ക് 10 രൂപ തന്നെ അവർ 15 രൂപയായിട്ടാണ് നമ്മൾ അവിടെ ഓരോ സ്ഥലത്ത് എല്ലാം പറഞ്ഞത്. നിങ്ങൾക്ക് പെൻസിലുണ്ട്, ഉണ്ട്, ഇന്ന സാധനമൊക്കെ വേണം. അതിനും പോയാണ് ഇവിടെ നിന്ന് പോണത്. കൈയും കാലും പിടിച്ച് ആരെങ്കിലും വണ്ടി വിളിച്ച് അവർക്കും കൊടുക്കണം. ഇവിടെ 300 രൂപ. പിറ്റേന്ന് അന്ന് ചെന്നാൽ ഇല്ല, പിറ്റേന്ന് പോകണം. അവർ ഉള്ള രേഖ മൊത്തത്തിൽ പറയും. നമ്മൾ ജനിച്ച കാലം തൊട്ടേ രേഖകൾ പറയും. നമ്മൾ ഇവിടുന്ന് കൊടുക്കട്ട്, നമ്മൾ കാര്യം സാധിക്കണ്ടേ? ഒരു ഫലവും ഇല്ല. ഈ നാട്ടിൽ ജനിച്ച ഈ കാടിന്റെ മക്കളുടെ വിലാപമാണ്. അവരുടെ ദുരവസ്ഥ പറയുകയാണ്. എങ്ങനെയുണ്ട് വീടിന്റെ അവിടെ? പൈസ ഇല്ല. 10-24 പണി വരെ ചെയ്തിട്ട് ഇതുവരെയും പൈസ കിട്ടുന്നില്ല. 100 പണി കഴിഞ്ഞിട്ടും പൈസ കിട്ടുന്നില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കും? ഇതൊക്കെയാണ് വിഷമങ്ങള്. പട്ടണി കിടന്ന് ഇതിനപ്പുറം ആന ഞങ്ങൾ നടുക്കാട് നിന്ന് പണി ചെയ്യണം. ഉള്ള ജോലി പൈസ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇല്ല, പറ്റൂല. നമ്മൾ എത്രയെങ്കിലും ദിവസം ഇവിടെ നിന്ന് അക്കരെ പോയി പണിഞ്ഞ ആനയുടെ ഇടയ്ക്കൂടെയാണ് ഞങ്ങൾ പോയത്. ഈ തുണ്ടിൽ ആന ഉണ്ടായിരുന്നു. ഞങ്ങൾ പണിയുമ്പോഴത്തേക്ക് ഓട്ടിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ പണി ചെയ്യണം ഇവിടെ. അത്ര കഷ്ടപ്പാടാണ് നമുക്ക് ഇവിടെ. ഇപ്പം കൃഷി ചെയ്യാനും പറ്റില്ല അല്ലേ? പിന്നെ വനത്തിൽ തീയിട്ടാലേ ഈ ആനയെന്ന് പറഞ്ഞ സാധനത്തിന് വയറ് വീക്കൂല. നമ്മളെ പോലെ ഉരിയ ഉഴക്കെ കൊണ്ട് അതിന്റെ വയറ് വീക്കൂല. അപ്പോഴീ പിന്നെ ഗവൺമെന്റ് എന്തൊരു വേണം? വനത്തിൽ കുറച്ച് തീയിടണമായിരുന്നു. ഇത് ചെയ്യൂല. എന്നിട്ട് ഭരണ എന്തരാണ്? ഭരണത് അത്രയും കാണിക്കാറ പേരിലാണ് ഭരണ കുറ്റാത്തരം. തീ ഒരു ഇവിടെയെങ്കിലും ഒത്തിരി ഒരു നെരി വീയാണെങ്കിൽ പറയും അത് കാണിക്കാറ തീയിട്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ശരി തന്നെ. അതൊന്നും ആരും വെളിയിൽ പറയൂല. എന്ന് വെച്ചിരുന്ന കാണിക്കാറല്ലേ, അവരെന്തൊരു സഹിക്കും. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു വകയില്ല, കുരുമുളകില്ല, കമ്മില്ല, തെങ്ങില്ല, ഒരു സഭയില്ല. നമുക്ക് സ്ഥലമുണ്ട്, മരുഭൂമിയായിട്ട് കിടക്കണം. അപ്പൊ എന്തൊരു വേണം? ഒന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും കൃഷി ചെയ്യാൻ പറ്റണില്ല. കമുള്ളടത്ത് ഒരെണ്ണം ഇല്ല. ഇപ്പൊ എണ്ണി പറയ്ക്കാൻ 4-5 മൂട് തെങ്ങുണ്ട്. എനിക്ക് 30 മൂട് തെങ്ങുണ്ടായിരുന്നു. ഇപ്പോഴൊരു 4-5 മൂട് തെങ്ങുണ്ട്. കമു അതേപോലെ എല്ലാം നശിച്ച ആന തള്ളി. ഇതാ ചെന്ന് കാണാം. തെങ്ങ് വാരി അടുക്കി ഇട്ടേക്കുന്നത്. ഇത് ചവിട്ടി പൊഴുതിട്ട തെങ്ങുകൾ പറക്കി അടുക്കി ഇട്ടേക്കുന്നത്. ഇപ്പൊ അരച്ച് തിന്നാൻ തേങ്ങയില്ല. വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കണം തേങ്ങ. അത്ര ഗതിയാണ് നമുക്കിപ്പം. ഈ കുട്ടികളുടെ കാര്യമൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും സ്കൂളിൽ വണ്ടി ഉള്ളതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുന്നു. എന്നാലും പിന്നെ ചില ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നിന്ന് അമ്മമാരും കുട്ടികളെ കൊണ്ടാക്കിയാലേ പറ്റുള്ളൂ. അല്ലാതെ അവർക്ക് ഇതിലേ പോകാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ പകൽ ഈ റോഡേ കൂടെ തന്നെ പകല് ആന നടക്കും. നമ്മൾ തന്നെ തൊഴിലുറപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താഴെ ഇറങ്ങുമ്പോൾ ആന റോഡിൽ ഇറങ്ങി നിൽക്കും. നമുക്ക് വരെ പോകാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ അങ്ങനെ സ്കൂളിൽ പോകും. അത് ശനിയാഴ്ച നമുക്ക് എക്സ്ട്രാ ക്ലാസ് ഉണ്ടെങ്കിൽ അവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ കൊണ്ടാക്കിയാൽ അവർക്ക് അവിടെ ഇടിഞ്ഞാൽ സ്കൂളിൽ ഇത്ര കിലോമീറ്റർ കടന്നാണ് അവർക്ക് സ്കൂളിൽ പോകേണ്ടത്. അവിടെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റും. നമ്മൾ എൻ്റെ അവിടെ ഞാൻ ഒരു 10-60 മൂട് കപ്പ വാങ്ങിച്ചിരുന്നു. എല്ലാം നല്ല കൊലച്ച് വന്നതായിരുന്നു. ഒരു കൊല ഏകദേശം 1000 രൂപയ്ക്ക് വരുന്നു. ഒന്നുമില്ല, എല്ലാം ആന നശിപ്പിച്ചു. ഇപ്പം റബ്ബർ തൈ വെച്ചിട്ടാണ് ചെന്ന് നോക്കണം. ഞങ്ങൾക്ക് കള്ളം പറയാൻ ചെന്ന് നോക്കണം. ഞങ്ങൾ റബ്ബർ അത്രയും പ്ലാവ് രാത്രി കാലങ്ങൾ പ്ലാവ് ഇറങ്ങി ഫുള്ള് നശിപ്പിച്ച് അത്രയും തീർത്ത്. എത്ര രൂപ മുടക്കി ഞങ്ങൾ അത്രയും ചെയ്തെന്നറിയാം കൃഷി ചെയ്തത്. വാഴയില്ല, കമുക്, തെങ്ങ് എല്ലാം ഫുള്ള് നശിപ്പിച്ച്. ഒരു കുരുമുളക് കുറച്ച് കൊന്ന കമ്പ് വെട്ടി അതിന് കുരുമുളക് അതെല്ലാം പ്ലാവ് നശിപ്പിച്ച് കളഞ്ഞു. ഒന്നുമില്ല, ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല. എല്ലാം മരിപ്പോയി കിടപ്പുണ്ട്. നമ്മള് രാത്രി കാലങ്ങൾ ആർക്കും ഉറക്കമില്ല. ഒരു സാധനവും ഇല്ല. ചീമപ്ലാവായാലും ഒന്നുമില്ല, എല്ലാം നശിപ്പിക്കുന്നു. പഞ്ചായത്തിലൊക്കെ പരാതി പറഞ്ഞില്ലേ? പഞ്ചായത്തൊക്കെ പറഞ്ഞിട്ട് എല്ലാരും മണ്ണ് കാണാനുണ്ട്. പക്ഷെ അത് അവര് കണ്ടത് മാത്രമേ ഇതിന് ഒരു നിയമം പാസ്സാക്കിയിട്ടില്ല. നമ്മളെ ഈ പാവപ്പെട്ട ആദിവാസികൾ എങ്ങനെ
ഇതിനെ സംരംഭിച്ചു കൊണ്ടുപോകും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൃഷി ചെയ്താലേ നമുക്ക് ജീവിതം മുന്നോട്ട് പോകുള്ളൂ. 10, 200, 300, 400 റബ്ബർ തൈ വരെ നമ്മൾ വച്ചിട്ടുണ്ട്. അത് ഒരൊറ്റ എണ്ണമില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് അത് ആനേനെ ഓട്ടിക്കാനുള്ള അവകാശമുള്ളൂ, അതിനൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോഴും നമ്മൾ ഈ പാവപ്പെട്ട ആദിവാസികൾ എങ്ങനെ ജീവിക്കും? എങ്ങനെ ജീവിക്കും? നമുക്ക് ഇറങ്ങി പോകാനുള്ള നിവർത്തിയില്ല. നമുക്ക് 10 രൂപ വേണമെങ്കിൽ നമ്മൾ ഇതേപോലെ കൂലിവേല ചെയ്തെങ്കിലും ഒക്കെ അതിന് രാവിലെ 7 മണിക്ക് പിന്നെ നമ്മൾ കൂപ്പുകളിൽ പോകണം. നമ്മൾ ആനയും തള്ളി നീക്കണം ഈ കൂപ്പുകളിൽ പണിക്കുക. അത് തുച്ഛമായ ശമ്പളം. നമ്മളെ വീട്ടുകാരെ നോക്കോ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ തോനെയും ആദിവാസികളെല്ലാം രോഗം പിടിച്ചവരാണ്. പിന്നെ അച്ഛനും അമ്മമാരും കിടക്കണം. അവർക്കൊക്കെ നമ്മൾ കൂലിവേല ചെയ്തെങ്കിലേ നമുക്ക് ഇത് പിന്നെ അവരെ നോക്കാൻ പറ്റുള്ളൂ. ഇത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആന ഒന്നും ചെയ്യരുത്. നമ്മളെ ആദായങ്ങൾ എന്തെല്ലാം നശിപ്പിച്ച് അവരൊന്നും ചെയ്തിട്ടില്ല. ഒരു ഇതുമില്ല. മെമ്പർ അടുത്ത് പറയും മെമ്പർ എല്ലായിടത്തും അറിയിക്കും. അവരെ കൊണ്ടും പറ്റൂല. അപ്പോഴീ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊപ്പം കോരും എന്ന് പറഞ്ഞു. ഇതുവരെയും കൊപ്പം കോരിയിട്ടില്ലല്ലോ, കോരിയില്ല. അപ്പോഴെന്ത് അവര് കൊപ്പം കോരാത്തെന്ത്? അവരെ സാധനം മാത്രം അവരെ മൃഗങ്ങളൊന്നും ചെയ്യരുത്. ആളുകൾ ഇനി എന്തോ പോലെ ചെയ്യട്ടെ, അതൊന്നുമില്ല. അവരെ പിന്നെ എന്താ ഈ തൈ ഒന്ന് പിന്നെ ഇല്ലാതാക്കണമെങ്കിൽ അതിനൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പറയാം അത് നിങ്ങൾ ആന ഓട്ടിച്ച് വിട്ടാൽ മതി. നാരങ്ങയിട്ട് എറിയണം. നാരങ്ങയിട്ട് എറിഞ്ഞ ആന പോവൂല. ചെറുനാരങ്ങയിട്ട് ആന എറിയണമെന്ന് പറഞ്ഞു. ഈ ചക്ക തിന്നാൻ വരെയാണ് പ്രധാനപ്പെട്ടെന്ന് തോന്നുന്നു. ചക്ക, തെങ്ങ്, കമു, റബ്ബർ ചവിട്ടി തള്ളിയിട്ടാണ് അത് തിന്നണത്. 50 മൂട് റബ്ബർ വെച്ച് സമയത്ത് ആ പോസ്റ്റ് ചവിട്ടി തള്ളി ഇട്ടിട്ടാണ് ഈ 50 മൂടും പുഴുത് അതിൻ്റെ പേര് തിന്നു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് ഞാൻ 100 വയ്ക്കാൻ പറഞ്ഞതാണ് അവൻ്റെ കൂടെ. ഇപ്പോഴത്തേക്ക് 50 മതിയെന്ന് വേണ്ടി അവൻ വെച്ചതാണ്. ഈ റബ്ബറിന്റെ പിഞ്ച് വേരുണ്ടല്ലോ, നല്ല മധുരമാണെന്നാണ് പറയണത്. 50 മൂടും പുഴുത് തിന്നു. അതും അവർ ഇത്ര തൈകളായിരുന്നു. പിന്നെ എന്തെന്നും വേണ്ട വയ്ക്കാൻ അക്കരെ ഉണ്ട്. അവിടെ നിന്ന് റബ്ബർ മുഴുവനോ 50 മൂടിൽ കിട്ടിയത് 20 മൂടാണ്. ബാക്കി 30 മൂടും ആന ചവിട്ടി തള്ളിയിട്ട് അതിൻ്റെ വില ഉരുത്തുന്നു. കോട്ടുക്കണം മാവ് അത് ചവിട്ടി തള്ളിയിട്ട് അത് അവിടെ കിടപ്പുണ്ട്. തള്ളിയിട്ട് അത് മുഴുവനും തിന്നു. കമു ആ സൈഡിലുണ്ട്. ഇവർക്കൊക്കെ അറിയാം. ഇപ്പോൾ അവിടെ കമു നട്ടടമെന്ന് പറയൂല. ചാക്ക് കണക്കിന് പാക്ക് പറിച്ചിരുന്നതാണ്. ഇന്ന് ഒരു പാക്ക് മുറുക്കണമെങ്കിൽ കടയിൽ ചെന്ന് വാങ്ങിക്കണം. ഒരു മനുഷ്യനെ കൊന്നാൽ അവർ തരണം തരണമെന്നറിയാമോ? 1 ലക്ഷം 2 ലക്ഷം രൂപ ഒരാളിൻ്റെ വില ആവുമോ? അതാണ് ഈ ഗവൺമെൻറ്റുകാർ ചെയ്യണത്. എന്ന് വെച്ചാൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്തിന്? ഇത് വനം വകുപ്പ് മന്ത്രിയുണ്ട്, അതിൽ താഴോട്ടുള്ളവരൊക്കെ ഉണ്ട്. ആദിവാസികളുടെ കാര്യത്തിൽ അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവർക്ക് വോട്ട് മാത്രം വേണം. വോട്ട് ആകുമ്പോഴും വോട്ട് പിടിക്കാൻ വരും, വോട്ട് കൊടുക്കണം. അല്ലാതെ ആദിവാസികളെ ഒരു സംരക്ഷണം അവർക്കില്ല. അവർക്ക് നോക്കണ്ട. പറഞ്ഞാലും പിന്നെ ആന വരുമ്പോൾ വിളിച്ചു പറഞ്ഞാൽ ആറാത്തിക്കാർ വരും. അവർ വരും, ഓട്ടിച്ച് കളഞ്ഞിട്ട് അവർ പോകും. റോഡിന്റെ സൈഡിൽ അവിടെ വെളിയിലൊക്കെ കയറി ചാക്ക് കണക്കിൽ പാക്ക് അടത്തിരുന്ന ഞങ്ങളെ പേരായിട്ട് ചെന്ന് നോക്കണം. ഒരു കമും തൈയില്ല. കോട്ടുകണ മാവ് വരെ തള്ളിയിട്ടേല ഊരി അങ്ങ് തിന്നു. ഒരൊറ്റ കമുമില്ല, തെങ്ങില്ല, ഒന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കും ജീവിക്കണ്ടേ? ഒരു പിന്നെ മുളക് നടാൻ പറ്റൂല എങ്കിൽ അത് പ്ലാവ് തിന്നും. പന്നി കുത്തി പറിച്ച് തിന്നും. കാച്ചിലോ ചാമ്പാതാണ് എന്തൊരു ഒന്നും നടാൻ പറ്റൂല, ഒന്നും തിന്നാനും പറ്റൂല. പിന്നെ ഇങ്ങനെ ഈ തൊഴിലുറപ്പിന് പോകണം. തൊഴിലുറപ്പ് ചെയ്താൽ പൈസയും കിട്ടൂല. ഈറ നെയ്ത് വല്ലതും ചെയ്യാന്ന് വെച്ചാൽ ഈറ കാട്ടി കയറാൻ വാങ്ങില്ല, പുറത്തും ആനയും കാരണം. പിന്നെ എങ്ങനെ ഈ ആദിവാസികൾ ജീവിച്ച് പോകണം? വട്ടിയിടാൻ നോക്കൂല. ഈ രാത്രി കിടന്നുറങ്ങുന്നതൊക്കെ ഭീതിയോടെ തന്നെയാണ്. രാത്രി കിടന്നുറങ്ങാൻ പേടിയില്ലേ? വീട്ടിൽ രാത്രി ഉറങ്ങാൻ പേടിയില്ല? എന്താണ് പേടിയേ ഉള്ളൂ. ആനേനെയൊക്കെ നിവർന്നുണ്ട്. വീടിനവിടെയൊക്കെ വരുമല്ലേ? അവിടെ പിന്നെ നമ്മളിവിടെയല്ല താമസിക്കുന്നത്. നമ്മൾ താമസിക്കുന്നത് അങ്ങാണ് താമസിക്കുന്നത്. കാരക്കുഴി എന്ന് പറയും. അവിടെ സ്ഥിരം ആന തന്നെ. അവിടെ ഉണ്ട്. നമ്മളെ വകയിൽ എല്ലാം നശിപ്പിച്ച് ഇപ്പൊ സോളാർ ഇട്ടാണ് തൈയൊക്കെ വെച്ചേക്കുന്നത്. സോളാർ ഫെൻസിംഗ് ഉണ്ട്. ആന വരുന്നില്ല. സൈഡ് വരെ വന്നിട്ട് ഇപ്പൊ പോകും. നമ്മള് സ്ഥിരം കാണും ആന വരണതും പോണതൊക്കെ. സോളാർ ഉണ്ടെങ്കിൽ അത് മാറ്റിയൊക്കെ വരുമല്ലേ? എന്നാലും ചവിട്ടി തള്ളിയിട്ട് അത് ഇറങ്ങും. തടിയൊക്കെ ചവിട്ടി മുറിച്ചിട്ടിട്ടാണ് അതിൽ കൂടെ ഇറങ്ങണത് വിളക്കകത്ത്. ഇപ്പൊ നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ സോളാറിട്ടാണ് നമ്മൾ കയ്യിൽ വെച്ചേക്കുന്നത്. പുറത്തു പോയി ജോലി ചെയ്യാനും പറ്റില്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് ഇനി ഒരു ജോലിക്കും പറ്റൂല. പിന്നെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് നമ്മൾ ജോലിക്ക് വരണതേ ഉള്ളൂ. എത്ര രൂപ കിട്ടും ഇത്? 346 രൂപ. ഇല്ല അതുമില്ല. 100 പണി കഴിഞ്ഞാൽ പിന്നെ പൈസ ഇതുവരെയും കിട്ടിയിട്ടില്ല.
നമ്മളെ അവസ്ഥകൾ ഇപ്പൊ അങ്ങനെയാണ്. ഇതാണ് ഈ നാട്ടുകാരുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ. മെമ്പർ വീണ്ടും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഫെൻസിംഗ് ഒക്കെ ഇല്ലേ ഇവിടെ? ഫെൻസിംഗ് ഒക്കെ ജനവാസ മേഖലകളിലില്ലേ? ഫെൻസിങ് ജനവാസ മേഖല ഇട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ ആന ഒരു മരമൊക്കെ ഇട്ട് ഒരു തള്ളുമ്പോ അത് അപ്പോഴേ പോകും. പക്ഷെ ഒരു കാര്യം പിന്നെ എന്താണ് ഈ ആനക്കൊപ്പം കോരണമെന്ന് പറഞ്ഞു, അത് കോളച്ച ആ സ്ഥലത്ത് കോരിയിട്ടുണ്ട്. പക്ഷെ അത് അത്ര കോരി നമ്മളെ ആന വരാതിരിക്കും. ആന നമ്മളെ വലിയ ട്രെഞ്ചാന എടുത്തണം. പക്ഷെ അത് ആന ഒരു ചാട്ടം ചെടി അപ്പുറത്ത് കയറും. അങ്ങനത്തെ വേണ്ട, അത് വീതി കുറവാണ്. പക്ഷെ ഇത് ചാത്തൻകോട് ആ ഭാഗത്തൊക്കെ നല്ല വീതിക്ക് എടുത്തിട്ടുണ്ട്. JCB അതിനകത്ത് ഇറങ്ങി നിന്ന് അത് കോരി നല്ല ഇട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ആനക്കൊപ്പം നമുക്ക് എടുത്താൽ ആന വരാതിരിക്കും. പിന്നെ ഈ ആനയെ ഒരു കാര്യം ചെയ്താൽ മതി, ഈ ഫോറസ്റ്റർ വന്ന് ആനയെ ഓടിച്ചങ്ങ് അപ്പുറത്ത് കയറ്റി വിട്ടതിന് ശേഷം മാത്രമേ ഈ കോരാൻ പറ്റുള്ളൂ. ഇത് ട്രെഞ്ച് എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ പറ്റൂല. എടുത്താൽ അവസാനമാകുമ്പോഴും നമ്മളെ ഇടയിലേ കിടക്കുള്ളൂ, ആനയ്ക്ക് പോകാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു ഇത് ചെയ്ത് തന്നാൽ നമുക്ക് നല്ലതാണ്. അവിടെയൊക്കെ ചെയ്ത പോലെ ചെയ്താൽ പറ്റൂല. നിങ്ങൾ വന്നപ്പോൾ കണ്ടിരുന്ന ഇവിടെ കോളച്ച ആ വളവിന്റെ അവിടെ എടുത്തിട്ട് കണ്ടില്ലായിരുന്ന അത് ചെറുതാണ്. പക്ഷെ അതിനേക്കാലത്ത് വീതിക്ക് എടുത്താൽ കുഴപ്പമില്ല. പക്ഷെ ഒന്നാമത് നമ്മുടെ കുത്ത് കയറ്റി ഇറക്കുമല്ലോ. ആനയുടെ ശല്യം നേരത്തെ ഉണ്ടോ ഈ അടുത്ത കാലത്താണ് തുടങ്ങിയിട്ടുള്ളത്? ഇപ്പൊ ഒരു 5-6 വർഷത്തിനകത്ത് ഒരു 7-8 വർഷമാകും ആന ശല്യം ഉണ്ടായിട്ട്. ഇതേപോലെ വലിയ ശല്യം ഉണ്ടായിട്ട് ഇപ്പൊ ഒരു 7-8 വർഷമാകുള്ളൂ. പ്ലാവ് തന്നെ കാട്ടുപോത്തും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നിനൊക്കെ കരുതി ഒരു സാധനം നട്ട് എടുത്ത് തിന്നാനുള്ള ഒരിതില്ല. ഒരു മുളക് തൈ പോലും നട്ടാ നമുക്കത് എടുത്ത് തിന്നാൻ ഒക്കില്ല. കുരങ്ങും എല്ലാം ആണ്. അവര് ഫോറസ്റ്റുകാർ തൈ നട്ടിട്ടുണ്ട്, ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അവര് നടന്ന അവര് ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. ആ തൈ നടന്ന സ്ഥലം മാത്രം അവര് ഫെൻസിങ് ഇട്ട് അവരെ ആദായം അവരെടുക്കും. കോൺട്രാക്ടർ കൊടുത്ത് അവർക്ക് ലാഭം കിട്ടാൻ വേണ്ടി അവര് എങ്ങനെയെങ്കിലും കുഴിച്ചിട്ടും ബാറ്ററി ചാർജ് ഇല്ലാത്ത ബാറ്ററിയും കൊണ്ടുവയ്ക്കും. അത് ബ്ലാവ് ചവിട്ടിയാലും പോവും, ആന ചവിട്ടിയാലും പോവും. അതാണ് ആദിവാസികൾ ചെയ്തു തന്നെ സംഭരണം. അല്ലാതെ അവര് ഇതിലിടും, ഈ തൈക്ക് ഇടും പോലെ ഒന്നും ഇട്ട് തരൂല. ഇതില് ബാറ്ററിയും വെച്ച് പാനലും വെച്ച് അതില് നല്ല സുരക്ഷിതമായിട്ടാണ്. ഇപ്പോഴും ആന വന്ന് പിടിച്ചാൽ അത് വിളിച്ചിട്ട് പോകും. ഫോറസ്റ്റിന്റെ അത് ഫോറസ്റ്റിന്റെ ആണ്. ആ ഫോറസ്റ്റിന്റെ സാധനങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കണം. നമുക്കുള്ള എങ്ങനെ അങ്ങ് പോകട്ടെ എന്നാണ് അവരെ പറയുന്നത്. അപ്പം ആദിവാസികൾ ആദിവാസികളായിട്ട് തന്നെ, പണ്ടത്തെ ആദിവാസികളെ അല്ല ഇപ്പോഴത്തെ ആദിവാസികൾ അങ്ങനെ തന്നെ കണക്കാക്കണത്. അല്ലാതെ അവര് പിന്നെ ഈ വോട്ടിന് വേണ്ടി നമ്മൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് അവർ പറയണമെന്നല്ലാതെ ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ അവർ സംഭവിക്കുകയില്ല. എങ്ങനെയാണ് പരിഹാരം ഇപ്പൊ നിങ്ങൾ ആവശ്യപ്പെടുന്നതിന്റെ? പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെയ്ത് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്ത് തന്നാലേ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആനക്കൊപ്പം നല്ല രീതിക്ക് എടുത്ത് അല്ല നമ്മളെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് തന്നാലേ പറ്റുള്ളൂ ഗവൺമെന്റ്. പഞ്ചായത്ത് യോഗം ചേരുമ്പോഴേക്ക് പറയാറുണ്ട്. പഞ്ചായത്ത് ഇവര് വന്ന് നമ്മളെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അവിടെ ലെറ്റർ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ നോക്കിയിട്ട് അങ്ങ് പോകാനേ അവർക്കൊണ്ട് പറ്റുള്ളൂ. പക്ഷെ കൂട്ടം കൂടുമ്പോഴത്തേക്ക് ഒരു കൂട്ടത്തിൽ പറയും എല്ലാം നമ്മൾ എല്ലാ ഒരു കൂട്ടം കൂടുമ്പോഴും പഞ്ചായത്തിലും ഇതൊക്കെ പറയണാണ്. ഇതുവരെയ്ക്കും അത് ഒരു നടപടികളും സർക്കാരിന് വന്നിട്ടില്ല. നമ്മളെ അങ്ങ് തഴഞ്ഞങ്ങ് ഇട്ടേക്കാണ്. നിങ്ങൾ കാട്ടുവാസികളല്ലേ, കാട്ടുവാസികൾ അങ്ങനെ കാട്ടിക്കിടന്നാൽ മതിയെന്നും പറഞ്ഞുള്ള ഈ മൃഗത്തിന്റെ ഒക്കെ ഉപദ്രവം കൊണ്ട് കിടന്നാൽ മതി എന്നുള്ള ഇതായിരിക്കും അവർക്ക്. അതാണ് നമ്മളെ ഈ ഇതുവരെയ്ക്കും ഒരു സംരക്ഷണം അവർ ചെയ്യാത്തത്. നമുക്ക് എങ്ങനെയെങ്കിലും ആന ശല്യം ഒന്ന് ഒഴിവാക്കി തരണം, ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്. ഒരാളിന്റെ വിലയാണ്, ഒരാനയെ കൊന്ന ഒരാളിന്റെ വിലയായിട്ട് കൊടുക്കുന്നത് 3 ലക്ഷമോ 2 ലക്ഷം രൂപ. അത് ഇത്ര ദിവസത്തേക്ക് വരും. ഒരു വലിയ ആൾക്കാർക്ക് ഇങ്ങനെ അനുവദിക്കുന്ന ആൾക്കാർക്ക് ഒരു ദിവസത്തെ ചെലവിനുണ്ടോ ഇത്? അപ്പൊ ഒരാളിന്റെ നഷ്ടവും ഈ 3 ലക്ഷം രൂപയും കൂടെ ഒന്ന് തട്ടിച്ച് നോക്കണം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പൊ അത്രത്തോളം വിവരം ഇല്ലാത്ത പാവങ്ങളായെന്നാണ് അവരെ ധാരണ. നമ്മളെ ധാരണയല്ല അവർക്ക്. അവരെ അങ്ങ് തഴഞ്ഞിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ആദിവാസികൾ എന്നും ആദിവാസികൾ തന്നെ. വോട്ട് അവസരമാകുമ്പോ എല്ലാവരും ചെന്ന് വോട്ട് കൊടുത്തിരിക്കണം. ഇടയ്ക്ക് ഒരാള് മരിച്ചില്ലേ, അതെവിടെ അടുത്തായിരുന്നോ? ഒരാള് കാട്ടിന്റെ അകത്ത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഒരാൾ മരിച്ചു കിടന്നതിന്റെ അടുത്തായിരുന്നു. അത് അടിപ്പറമ്പാണ്. ശാസ്താ നടയുള്ള ഒരാളാണ്, അടിപ്പറമ്പിലാണ് ഒന്നാണ് മരിച്ചത്. അത് ഇതേപോലെ ആന ചവിട്ടിയതാണ്. അത് ആന ചവിട്ടി കൊന്നതാണ്. പിന്നെ ആനപ്പാറ ചവിട്ടി കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ പോത്ത് കുത്തി കൊന്നിട്ടുണ്ട്. ചെമ്പിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞു ഇപ്പൊ ഒരു 5-6 മാസമായി അവിടെ പോത്ത് കുത്തി കൊന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ വന്യമൃഗങ്ങൾ വന്ന ആൾക്കാരെ ചെയ്തുകൊണ്ട് ഫോറസ്റ്റുകാർ ഒരു നടപടി എടുക്കുന്നില്ല ഇതുവരേക്കും.
പക്ഷെ എന്തെങ്കിലും നടപടി എടുത്താലേ അതിന് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ചെയ്ത് ഇതിനെ മാറ്റിക്കൊണ്ട് പോകണം. പക്ഷെ അങ്ങ് പിടിച്ചുകൊണ്ട് വന്ന് നമ്മളെവിടെ ഈ സ്ഥലം കൊണ്ടുവിടണത്. ഈ രാത്രി ആന ഇറങ്ങുമ്പോൾ ഈ ഫോറസ്റ്റ് വരാറുണ്ടോ വിളിച്ചു പറഞ്ഞു? ആറാട്ടിമാര് വരാറുണ്ട്. വന്നിട്ട് റോഡ് സൈഡ് നിൽക്കുള്ളൂ, അവര് വനത്തിലോട്ട് കയറൂല. വേണമെങ്കിൽ നമ്മൾ പോയി ചെന്ന് ഓട്ടിക്കണം അതിനെ. നമ്മൾ ഞാൻ തീയൊക്കെ ഇട്ട് പിന്നെ പടക്ക പൊട്ടിച്ച പോവേന്നില്ല, പടക്ക പൊട്ടിച്ചത് പോവേന്നില്ല. സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവര് വരണം വിളിച്ചാല്. അല്ലാതെ പെരടങ്ങളിൽ നമ്മൾ പിന്നെ ആന വന്ന് അവരെ വിളിച്ചാൽ അവര് വരിയൊന്നുമില്ല. അവര് കൂപ്പ് സൈഡൊക്കെ വന്ന് നോക്കിയിട്ട് അവരങ്ങ് പോകും. അല്ലാതെ ജനങ്ങൾ കിടക്കണം അങ്ങോട്ടൊന്നും വരികയോ നോക്കുകയോ ഒന്നും ചെയ്യൂല. അതാണ് അവരെ പ്രവൃത്തി. എത്ര നമ്മൾ ശ്രമിച്ചാലും ആന വരട്ടിയാലും ആന പോവുകയില്ല. പിന്നെ നോക്കി നിൽക്കണം, അല്ലാതെ അവിടെ തന്നെ നിൽക്കും. ഇന്നലെ ഒരാൾ ആന വാട്ടിക്കുകയും ചെയ്തു 2 പ്രാവശ്യം. അല്ല, നമ്മളെ ഇതേപോലെ ആന വാട്ടിക്കാൻ ചെന്ന ആളാ, അനിയെന്ന് പറഞ്ഞ ഒരാളാ ആന ഓട്ടിച്ചു. 2 പ്രാവശ്യം. ഒരു ആന ഓട്ടിക്കണ ആനയുണ്ട്. ആ ആന പിന്നെ വെട്ടണവരെ ഓട്ടിച്ചു അത് തന്നെ ആ ആന തന്നെ ഇന്നലെ എല്ലാം കണ്ട് പരിചയമുള്ള ആനയായിരുന്നു. അത് അങ്ങനൊക്കെ വരണം ആനയല്ലേ അത് ഓട്ടിക്കും. നമ്മളെ ഓട്ടിക്കെന്ന് പറഞ്ഞാൽ ഈ ചേച്ചി ഇന്നലെ ആ ലൈറ്റ് അടിച്ചപ്പോഴേ അത് തിരിഞ്ഞു വന്നെന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ നമ്മളെ എന്റെ കിളവൻ അവിടെ ചെന്ന് തീയെ കത്തിച്ചിരുന്നപ്പോഴേ ഈ ഭയങ്കര വിളിയായിരുന്നു ആന. ഞങ്ങളങ്ങനെ പേടിച്ച് ഞാനും മോനും അമ്മയും കൂടെ ആയിട്ട് ഇറങ്ങി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് താഴെ നിന്ന് തീ കത്തിക്കായിരുന്നു. അപ്പോഴേ ഇത് അക്കരെ നിന്നിട്ടാണ് ഭയങ്കര വിളിയായിരുന്നു. ഭയങ്കര വിളി എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാം, നമ്മൾ പേടിച്ചു പോകും. അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ മേളിൽ നിന്ന് അത് കുറെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ലൈറ്റ് കടിച്ചപ്പോഴേ അത് കുറച്ച് വിളിയൊക്കെ നിർത്തിയിട്ട് അപ്പോഴാണ് ആ ചേച്ചിയുടെ വീടിന്റെ അവിടെ ചെന്നിട്ട് ഈ പ്ലാവിക്കാരി ചക്ക ഉലിക്കെന്ന് പറഞ്ഞത്. അതിങ്ങനെ 2 കൈ എടുത്ത് വെച്ചിട്ടാണ് ഉലിക്കണത്. ഇതാണ് ഈ നാട്ടുകാരുടെ ഈ പ്രദേശവാസികളുടെ വിഷമം. ഇതാണ് അവർക്ക് രാത്രിയും പകലുമെന്നില്ലാതെ ആന ഭീതി ഉണ്ടാക്കുകയാണ്. ആന മാത്രമല്ല മ്ലാവും അതുപോലെ പോത്തും കാട്ടുപോത്തും ഒക്കെ ഇവിടെ നിരന്തരം ഇറങ്ങുന്നു. അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അവരുടെ കൃഷിഭൂമിയെല്ലാം തരിശായി മാറുന്നു. കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവർക്ക് കാട്ടിനുള്ളിൽ പോയി അവരുടെ ഉപജീവനത്തിന്റെ ഭാഗം ശേഖരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അധികാരികൾ കേൾക്കണം. ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഈ വനം വകുപ്പിന്റെ പ്രദേശത്ത് മാത്രമായി ചുരുങ്ങുന്നു. നാട്ടിലേക്ക് വീടുകളിലേക്ക് വീടുകളുടെ മുന്നിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് ആന ഇറങ്ങുമ്പോൾ ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുകയാണ് വനം വകുപ്പ് അധികൃതരുടെ പരാതി. ഇവരുടെ പരാതികൾ അധികൃതർ കേൾക്കണം. ഇവർക്ക് സ്വസ്ഥമായി ജോലി ചെയ്യാനും ജീവിക്കാനും ഉറങ്ങാനുമുള്ള അവസരം ഉണ്ടാക്കണം.